ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു സർപ്രൈസ് ഉണ്ട്. എന്താണല്ലേ അപ്പോൾ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ വണ്ടിയുടെ താഴ്ത്തുണ്ട്, വണ്ടി കൊടുക്കട്ടെ. വണ്ടി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ചൊന്നുമല്ല, ഒരുപാട് പോകണ്ടേ. എങ്ങോട്ടാണല്ലേ? കുമ്പിങ്ങിലേക്ക് പോകണേ. പറഞ്ഞൊരു കാര്യങ്ങൾ 500 കിലോമീറ്റേഴ്സ്, ഒരു 6 hours റൈഡിങ്. അത്യാവശ്യം ടൈം എടുക്കും. നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കണ്ടാവും ഈ വണ്ടി എടുക്കുന്നത് 500 കിലോമീറ്റർ പറയണത് 7 മണിക്ക് എത്തണമൊക്കെ എത്ര പറയാൻ മാത്രം എന്താ എത്ര സംഭവം ഉണ്ട്. കാരണം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സംഭവം ഞാൻ നിങ്ങളായിട്ട് കാണിക്കാൻ പോവുക. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട അവസാനം വരെ. അത്യാവശ്യം ഒരു ലോങ് ടൈം ആയതുകൊണ്ട് തന്നെ ഇടക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 200 കിലോമീറ്റേഴ്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്നുള്ള പോലെ തന്നെ എനിക്ക് വാഷ്റൂമിൽ പോകാനായി. ഇൻപുട്ട് കിട്ടിയ ശരിക്കും ഇൻപുട്ട് എന്തെങ്കിലും കൊടുക്കാൻ വിചാരിച്ച് നോക്കിയപ്പോഴാണ് അതിൻ്റെ അടുത്ത് കാര്യമായിട്ടൊന്നുമില്ല. എന്നാലും കുഴപ്പമില്ല, ഒരു മുട്ടപ്പഗ് വാങ്ങി ഇവിടുത്തെ തന്നെ. നീല മുട്ടപ്പഗ്ഗായതുകൊണ്ട് എന്താ അവസ്ഥ അറിയണമെന്ന് വിചാരിച്ചിട്ട് നേരെ കിട്ടിയ പാടെ കവറും തൂക്കി പിടിച്ചിട്ട് ഞാൻ ഓടി. വേറെ കിട്ടില്ല കാറിൻ്റെ ഉള്ളിൽ. കൂട്ടിലിരിക്കുന്ന വെള്ളക്കുട്ടന്മാരെല്ലാം നമ്മളെ നോക്കി ചിരിക്കണമെങ്കിൽ നമുക്കൊന്നും അതിൻ്റെ ആവശ്യമില്ല. കാരണം മുട്ടപ്പഗ് എന്താ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ചൂടുണ്ടായിരുന്നു, അതൊന്നും കാര്യക്കാരെ കിട്ടിയ പാടെ തന്നെ വാരി വലിച്ച് കഴിക്കാൻ. എനിക്ക് കാര്യം മനസ്സിലായി. മൈദമാവ് കൊണ്ട് അപ്പം ഉണ്ടാക്കിയിട്ട് അതിന്റെ മുകളിൽ ഒരു ആംപ്ലേറ്റും വെച്ച് മടക്കി തന്നിക്കുക. വേറൊന്നും അത് പാളിഞ്ഞാൽ നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് പോലെ സ്ഥലത്തേക്ക് എന്തായാലും എത്താൻ. നമ്മുടെ മൈൻഡ് പോലെ തന്നെ റോഡും നേരെ വാ നേരെ പോ. വേറെ വളവും തിരിവും കാര്യങ്ങളൊന്നും. 600 കിലോമീറ്റർ കഴിഞ്ഞ് നമ്മൾ നേരെ ലക്ഷ്യസ്ഥാനത്ത് എത്തി. കുമ്മിങ് എയർപോർട്ട്. ചൈനയിലെ എയർപോർട്ടാണ് മക്കളെ എയർപോർട്ട് എന്നൊന്നും പറയുന്നില്ല. കാരണം എന്ത് നല്ല പറഞ്ഞാലും ആൾക്കാർ പൊങ്കൽ നല്ല തന്നെ ചർച്ചാ വിഷയം. ആരെടുക്കാൻ വേണ്ടിയിട്ടാണ് എയർപോർട്ടിൽ വന്നിട്ടുള്ളത്, എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നെട്ടും. എന്താണല്ലേ? അപ്പോൾ ചാനൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി കാര്യങ്ങളായിട്ട് നാളെ കാണാൻ കാര്യങ്ങൾ പറഞ്ഞു തരാം. ടാറ്റാ ബൈ ബൈ. ജയ് ജിയാൻ.